ഹലോ, എൻ്റെ പേര് വിനി. നിങ്ങൾക്ക് നിത്യജീവിതത്തിൽ യൂസ് ചെയ്യുന്ന ഇംഗ്ലീഷ് നല്ല വ്യക്തമായിട്ട് പഠിപ്പിച്ചു തരുന്നതാണ് എൻ്റെ ജോലി. ഈ യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള കുറേ ഇംഗ്ലീഷ് വീഡിയോസ് ഞാൻ ഇടാറുണ്ട്. പിന്നെ ഞാനൊരു കോഴ്സും എടുക്കുന്നുണ്ട്. അങ്ങനെ കോഴ്സ് എടുത്തിട്ട് ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എനിക്ക് ഇമെയിൽ അയയ്ക്കുക, അല്ലെങ്കിൽ എൻ്റെ വെബ്സൈറ്റ് നോക്കുക. യൂട്യൂബിൽ ഇംഗ്ലീഷ് പഠിക്കണമെങ്കിൽ അതിന് കുറച്ച് പ്ലേലിസ്റ്റൊക്കെ ഉണ്ട്. അത് ഈ വീഡിയോയുടെ താഴെ ഞാൻ ലിങ്ക് ചെയ്ത് ഇടാം. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോണ സംഭവമാണ് എന്ത്? നിങ്ങൾ തമ്മിൽ കണ്ടില്ലേ? ചില സെൻറ്റൻസസ് നമ്മൾ ജീവിതത്തിൽ കുറേ ഉപയോഗിക്കുന്നതാണല്ലേ. ആ സെൻറ്റൻസസ് ഉണ്ടാക്കാൻ കുറച്ച് പാടായിരിക്കും. നമ്മൾ ഇതുവരെ അങ്ങനത്തെ കാര്യങ്ങൾ യൂട്യൂബിൽ വീഡിയോ ഇട്ടിട്ട് പഠിച്ചിട്ടില്ല. അപ്പോൾ ഇന്ന് അങ്ങനത്തെ സെൻറ്റൻസസ് പഠിക്കാൻ പോവാണ് കേട്ടോ. സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്, അത്ര ഡിഫിക്കൽട്ട് അല്ല കേട്ടോ. അപ്പോൾ ആദ്യത്തെ ഒരു സെൻറ്റൻസ് എടുക്കാം. അത് ചെയ്ത ആൾ ഇവളാണ് എന്ന് പറയാറില്ല നമ്മൾ. വലിയൊരു ബർത്ത്ഡേ പാർട്ടിയൊക്കെ അറേഞ്ച് ചെയ്തു. അപ്പോൾ ആരാ ചെയ്തേ? അത് ചെയ്ത ആൾ ദേ ഇരിക്കണു, ഇവളാണ് എന്നൊക്കെ പറയാറില്ലേ? അല്ലെങ്കിൽ പോലീസുകാരാണെങ്കിൽ ഒളിപ്പിച്ച വസ്തു ഇതാണ്. അല്ലെങ്കിൽ വേറെ എന്താ പറയുക, അവർ പോയ സ്ഥലം അതാണ് അല്ലേ? അവർ 4 പേരും കൂടെ ക്ലാസ് കട്ട് ചെയ്തൊരു സ്ഥലത്ത് പോയി എന്ന് പറഞ്ഞില്ലേ? ആ പോയ സ്ഥലം അതാണ്. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ സെൻറ്റൻസുകൾ അല്ലേ, അതിൻ്റെ കാരണം അവനാണ്, അങ്ങനെയൊക്കെ പറയണമെങ്കിൽ വളരെ സിമ്പിളായിട്ട് സെൻറ്റൻസുകൾ ഉണ്ടാക്കാം. അപ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ 4 ടൈപ്പ് കാര്യങ്ങൾ നമുക്ക് പ്രധാനമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് കാണാം. അപ്പോൾ അതിൻ്റെ ഇൻട്രൊഡക്ഷനും തരാം. അത് കഴിഞ്ഞ് നമുക്ക് വിശദമായിട്ട് അത് നോക്കാം. ഇപ്പോൾ ഇത് ചെയ്തതിൻ്റെ കാരണം ഇതാണ് എന്ന് പറയണമെങ്കിൽ കാരണം എന്ന് പറഞ്ഞാൽ എന്താ? ഇംഗ്ലീഷിൽ റീസൺ. അപ്പോൾ ദ റീസൺ വൈ എന്ന് പറഞ്ഞാൽ തുടങ്ങുക. ഇതിൻ്റെ കാരണം ഇതാണ്. അപ്പോൾ കാരണം നമ്മൾ എടുത്തു പറയുകയാണല്ലേ. അപ്പോൾ അത് തുടങ്ങേണ്ടത്, സെൻറ്റൻസ് തുടങ്ങേണ്ടത് ദ റീസൺ വൈ. ഓക്കെ, നമുക്ക് എക്സാമ്പിൾസ് നോക്കാം കേട്ടോ. ഇനി ഒളിപ്പിച്ച വസ്തു ഇതാണ്. അപ്പോൾ അങ്ങനെ പറയാം. ഇപ്പോൾ നേരത്തെ നമ്മൾ ദ റീസൺ വൈ എന്ന് വെച്ച് പറഞ്ഞു. അപ്പോൾ വസ്തു ആകുമ്പോൾ തിങ്, വസ്തു എന്ന് പറഞ്ഞാൽ തിങ്. ദ തിങ് ദാറ്റ്. അപ്പോൾ കണ്ടോ, കാരണം വൈ, റീസൺ വൈ. വാട്ട് ഈസ് ദ റീസൺ എന്നൊക്കെ പറയും, എന്നാലും റീസൺ വൈ എന്നാണ് പറയാം കേട്ടോ. റീസൺ വാട്ട് അല്ല, റീസൺ വൈ. ദ തിങ് ദാറ്റ്, ദ തിങ് ദാറ്റ് വസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ. അപ്പോൾ ആ ആൾ ഇതാണ് എന്ന് പറയണമെങ്കിൽ, പാർട്ടി സംഘടിപ്പിച്ച വ്യക്തി ഇന്ന ആളാണ് എന്ന് പറയണമെങ്കിൽ ആ വ്യക്തി എന്ന് പറയാൻ പേഴ്സൺ. ദ പേഴ്സൺ ഹൂ, ദ പേഴ്സൺ ഹൂ. കുറേ ആൾക്കാരുണ്ടെങ്കിലോ ദ പീപ്പിൾ ഹൂ കേട്ടോ. പേഴ്സൺസ് അങ്ങനെ നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷിൽ ഉപയോഗിക്കില്ല, പീപ്പിൾ എന്നാണ് പറയുക കേട്ടോ. പേഴ്സൺസ് ഉപയോഗിക്കുന്ന കേസസ് ഉണ്ട്, അത് വേറെയാണ്. നമ്മൾ ജനറൽ കോൺവെർസേഷനിൽ അത് ഉപയോഗിക്കില്ല. ഇത് ആ പോയ സ്ഥലം ഇതാണെന്ന് പറയണമെങ്കിൽ സ്ഥലം ദ പ്ലേസ്, പ്ലേസ് ആണ് സ്ഥലം. ദ പ്ലേസ് വേർ, ദ പ്ലേസ് വേർ, അങ്ങനെയാണ് തുടങ്ങാം. ഇന്ന തീയതി ആയിരുന്നു, അത് നടന്ന തീയതി ഇന്നതാണ് എന്ന് പറയണമെങ്കിൽ ദ തീയതി ഡേ വെൻ, ദ ഡേ വെൻ എന്ന് വെച്ചിട്ടാണ് തുടങ്ങാം. അപ്പോൾ ഏകദേശം ഒരു സ്റ്റാർട്ടിങ് പിടികിട്ടിയോ? ഇത് നമ്മൾ പൊതുവെ ചോദ്യങ്ങളും ഉത്തരങ്ങളൊക്കെ പറയുമ്പോൾ ഏത് സ്ഥലത്താണ് നമുക്ക് ഫോക്കസ് ചെയ്യേണ്ടത്, എന്താണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്, അതനുസരിച്ച് ആ സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ ഒന്ന് മാറും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം നിങ്ങൾ. നമുക്ക് എന്താണ് പറയേണ്ടത്, ആ ഒരു സെൻറ്റൻസിൽ പല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, വിഷയങ്ങൾ അല്ലെങ്കിൽ ഡാറ്റ നമ്മൾ പറയുന്നുണ്ടാവും. ആ ഡാറ്റയിൽ ഏതാണ് ഇമ്പോർട്ടൻ്റ് ഡാറ്റ, അതനുസരിച്ചാണ് നമ്മുടെ സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ ഇത്തിരി മാറുക അല്ലേ. ഓക്കെ, ഒരു എക്സാമ്പിൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. സാരയില്ലേ, സാരയുടെ ഫോണ് കാണാനുണ്ടായിരുന്നില്ല. കുറേ അന്വേഷിച്ചു കേട്ടോ. അപ്പോൾ അവസാനം കിട്ടി. എവിടെ നിന്ന് കിട്ടിയത്? ബെഡ്റൂമിൽ നിന്ന്. അപ്പോൾ സാറയുടെ ഫോണ്, അതെങ്ങനെ പറയാം, സെൻറ്റൻസ് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? സാറ അവളുടെ ബെഡ്റൂമിൽ നിന്ന് അവളുടെ ഫോൺ കണ്ടെത്തി. എങ്ങനെ പറയും? സാറ കണ്ടുപിടിച്ചു എന്ന് പറയാം. ഫൗണ്ട്, ഫൈൻഡ് ആണ് കണ്ടുപിടിക്കുക. അപ്പോൾ അതിൻ്റെ പാസ്റ്റ് ടെൻസ് കണ്ടുപിടിച്ചു അല്ലേ. സാറ ഫൗണ്ട് എന്ത്? അവളുടെ ഫോൺ. എങ്ങനെ പറയാം? അവളുടെ ഫോൺ, ഹർ ഫോൺ. എവിടെ, എവിടെ നിന്ന് കണ്ടെത്തിയേ? ബെഡ്റൂമിൽ നിന്ന്. എങ്ങനെ പറയാം? ഇൻ ദ ബെഡ്റൂം. Sarah found her phone in the bedroom.
ഇനി കുറേ പേരുടെ ഫോണുകൾ ഇങ്ങനെ കാണാതായിരുന്നു. പലരുടെ കിട്ടി, പലരുടെ കിട്ടിയില്ല. പക്ഷെ സാറയുടെ ഫോൺ എവിടെ നിന്നാണ് കിട്ടിയത്? ബെഡ്റൂമിൽ നിന്ന്. അപ്പോൾ ഞാൻ ചോദിക്കുകയാണ്, ആരാണ് ആ ആൾ ബെഡ്റൂമിൽ നിന്ന് ഫോൺ കണ്ടുപിടിച്ചത്? ഞങ്ങളെല്ലാം ഇവിടെയൊക്കെ തപ്പി. അവസാനം ബെഡ്റൂമിൽ നിന്ന് ഫോൺ കണ്ടുപിടിച്ച ആൾ ആരാണ്? എങ്ങനെ പറയും? ഉത്തരം എങ്ങനെ പറയും? ഇന്ന ആൾ അല്ലേ? എങ്ങനത്തെ ആൾ? അപ്പോൾ ആളെന്ന് പറയുമ്പോൾ ദ പേഴ്സൺ ഹൂ എന്താ അയാൾ ചെയ്തത്? ഫോൺ കണ്ടുപിടിച്ചു. ഫൗണ്ട് ഹർ ഫോൺ. എവിടുന്ന്? ബെഡ്റൂമിൽ നിന്ന്. ഇൻ ദ ബെഡ്റൂം. ആരാണ് അയാൾ? വാസ് സാറ. ആയിരുന്നു എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ആണെന്നുണ്ടെങ്കിൽ എസ് എന്നാണ് പറയാം. അപ്പോൾ ദ പേഴ്സൺ ഹു ഫൗണ്ട് ഹർ ഫോൺ ഇൻ ദ ബെഡ്റൂം. ബെഡ്റൂമിൽ നിന്ന് ഫോൺ കണ്ടുപിടിച്ച ആ കക്ഷി ആരാണ്? വാസ് സാറ. സാറയായിരുന്നു. ഓക്കെ, മനസ്സിലായോ അത്? ഹൂ ഫൗണ്ട് ഹർ ഫോൺ ഇൻ ഹർ ബെഡ്റൂം? അങ്ങനെ ചോദിച്ചാൽ സാറ ഫൗണ്ട് ഹർ ഫോൺ ഇൻ ഹർ ബെഡ്റൂം. പക്ഷേ അങ്ങനത്തെ രീതിയിലല്ല നമ്മളത് പറയണത്. മനസ്സിലായോ? നമ്മുടെ ചോദ്യം പിടിയിട്ടോ. എല്ലാവരും ഇങ്ങനെ ഫോൺ അന്വേഷിച്ച് നടന്നപ്പം സ്വന്തം ബെഡ്റൂമിൽ നിന്ന് ഫോൺ കണ്ടെത്തിയൊരു വ്യക്തി ഉണ്ടായിരുന്നില്ലേ? അയാൾ ആരാ? ദ പേഴ്സൺ ഹു ഫൗണ്ട് ഹർ ഫോൺ ഇൻ ദ ബെഡ്റൂം വാസ് സാറ. അങ്ങനെയും പറയാം. അതാണ് രണ്ട് രീതിയിൽ സെൻറ്റൻസ് ഉണ്ടാക്കി രണ്ടിൻ്റെയും എംഫസിസ്, ആ സ്ട്രെസ് കൊടുക്കുന്ന ഭാഗം ഡിഫറെൻ്റ് ആണ്. ഇനി ഇതേ സംഭവം തന്നെ സാറ എവിടുന്ന ഫോൺ അവളുടെ കണ്ടുപിടിച്ചത്? ബെഡ്റൂമിൽ നിന്ന്. സാറ ബെഡ്റൂമിൽ നിന്ന് എന്താ കണ്ടുപിടിച്ചേ? എന്ത് സാധനമാണ് കണ്ടുപിടിച്ചേ? അപ്പോൾ വസ്തുവിനെ കുറിച്ച് പറയുകയാണല്ലേ. അപ്പോൾ എങ്ങനെ തുടങ്ങുക? ദ തിങ് അല്ലേ. ഇനി ആളെക്കുറിച്ച് പറഞ്ഞപ്പോൾ ദ പേഴ്സൺ ഹൂ അല്ലേ, ഇങ്ങനെ ചെയ്ത ആൾ സാറയാണെന്ന് പറഞ്ഞു. ഇനി കണ്ടുപിടിച്ച വസ്തു ഫോണാണെന്ന് എങ്ങനെ പറഞ്ഞു? അപ്പോൾ തുടങ്ങേണ്ടത് ദ തിങ്. ദ തിങ് ദാറ്റ് അല്ലേ. ദ പേഴ്സൺ ഹൂ, ദ തിങ് ദാറ്റ്. ദ തിങ് ദാറ്റ് സാറ കണ്ടുപിടിച്ചത്, സാറ ഫൗണ്ട് എവിടുന്ന്? ഇൻ ദ ബെഡ്റൂം. എന്തായിരുന്നു? വാസ് ഹർ ഫോൺ. അപ്പോൾ അത് മനസ്സിലായോ? ദ തിങ് ദാറ്റ് സാറ ഫൗണ്ട് ഇൻ ദ ബെഡ്റൂം വാസ് ഹർ ഫോൺ. ദ പേഴ്സൺ ഹു ഫൗണ്ട് ഹർ ഫോൺ ഇൻ ദ ബെഡ്റൂം വാസ് സാറ. മനസ്സിലായോ? ചെറിയ വ്യത്യാസമുള്ള സെൻറ്റൻസുകൾ തമ്മിൽ, പക്ഷേ ആ എംഫസൈസ് ചെയ്യണം. നമ്മൾ എന്തിനാണ് ആ സ്ട്രെസ് കൊടുക്കുന്നത് അത് മാറി അല്ലേ. ഇനി വേറൊരു സെൻറ്റൻസ് പറയാം. രമേശ് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ നാട്ടിലെ പ്രഗത്ഭനായൊരു എഞ്ചിനീയർ ഒരു പാലം പണിതിൽ ഡിസൈൻ ചെയ്തു. അപ്പോൾ നല്ലൊരു പാലം, എല്ലാവരും കാണാൻ വരാറുണ്ട്. അത്രയ്ക്ക് നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ്. അപ്പോൾ രമേശ് എന്താ ചെയ്തത്? ഡിസൈൻ ചെയ്തു. അപ്പോൾ ചെയ്തു കഴിഞ്ഞു. അപ്പോൾ എന്ത് പറയും? രമേശ് ഡിസൈൻഡ് എന്ത്? ഒരു നല്ല ഭംഗിയുള്ള പാലം. പാലത്തിന് പറയുന്നത് ബ്രിഡ്ജ്. അപ്പോൾ രമേശ് ഡിസൈൻഡ് എ ബ്യൂട്ടിഫുൾ ബ്രിഡ്ജ്. അത്രയും പറയാം. ഇനി ഫോർ ദ സിറ്റിക്ക് വേണ്ടിയിട്ടെന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. സിറ്റി കൗൺസിൽ പറഞ്ഞു ഒരു ബ്രിഡ്ജ് ഉണ്ടാക്കണമെന്ന്, അത് ഉൾപ്പെടുത്തണ്ട. രമേശ് ഡിസൈൻഡ് എ ബ്യൂട്ടിഫുൾ ബ്രിഡ്ജ്. ഇനി ഈ ബ്രിഡ്ജ് പണിത ആൾ ആരാന്ന് വെച്ചിട്ടാ? നമ്മുടെ രമേശൻ. അങ്ങനെ പറയും. അപ്പോൾ ആ ആളെക്കുറിച്ച് നമ്മളങ്ങനെ ഒരു നാടകീയമായിട്ട് പറയുകയാണല്ലേ. അപ്പോൾ എങ്ങനെ തുടങ്ങുക? ദ പേഴ്സൺ ഹൂ എന്താ ചെയ്തത്? ഡിസൈൻഡ് എ ബ്യൂട്ടിഫുൾ ബ്രിഡ്ജ് അല്ലേ. ദ പേഴ്സൺ ഹൂ ഡിസൈൻഡ് എ ബ്യൂട്ടിഫുൾ ബ്രിഡ്ജ് ആരായിരുന്നു? വാസ് രമേശ്. രമേശായിരുന്നു അത്. വേറെ ആർക്കും ക്രെഡിറ്റ് കൊടുക്കരുത്. ദ പേഴ്സൺ ഹൂ ഡിഡ് ദാറ്റ് വാസ് രമേശ്. ഓക്കെ. ഇനി എൻ്റെ അനിയത്തിയുടെ പിറന്നാളായിരുന്നു. അപ്പോൾ എല്ലാവരും കുറേ ഗിഫ്റ്റൊക്കെ കൊടുക്കും. കാരണം ആരുടെയെങ്കിലും പിറന്നാളുണ്ടെങ്കിൽ അവളുടെ കയ്യിലുള്ള കാശ് മുഴുവൻ എടുത്തിട്ട് എന്തെങ്കിലും ഗിഫ്റ്റൊക്കെ വാങ്ങിക്കും, ബർത്ത്ഡേ പ്രസൻറ്റൊക്കെ വാങ്ങിക്കും. അപ്പോൾ അവളുടെ ബർത്ത്ഡേ വന്നപ്പോൾ കുറേ ആൾക്കാർ കുറേ ഗിഫ്റ്റ്സ് വാങ്ങിച്ചു കൊടുത്തു. അപ്പോൾ ഞാൻ എന്ത് വാങ്ങിച്ചു കൊടുത്തു അവൾക്ക്? ഒരു ബ്യൂട്ടിഫുൾ നെക്ലസ്. ഓക്കെ. അപ്പോൾ അതെങ്ങനെ പറയും? ഞാൻ ഒരു നല്ല നെക്ലസ് വാങ്ങിച്ചു കൊടുത്തു എൻ്റെ അനിയത്തിയുടെ പിറന്നാളിന്. എങ്ങനെ പറയും? അപ്പോൾ ആദ്യം സെൻറ്റൻസ് ഉണ്ടാക്കുക എങ്ങനെയാണ്? ആരാണ് ചെയ്തത്? ആരാണ് വാങ്ങിച്ചത്? ഞാൻ അല്ലേ. ഐ. അത് കഴിഞ്ഞിട്ട് എന്താ ചെയ്തത്? ഐ വാങ്ങിച്ചു അല്ലേ. ബോട്ട്. ബൈ ആണ് വാങ്ങിക്കുക. അതിൻ്റെ പാസ്റ്റ് ടെൻസ് ബോട്ട്. നിങ്ങൾക്ക് ബ്രോട്ടായിട്ട് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അത് ബ്രിങ്ങിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് കേട്ടോ. അപ്പോൾ
ഐ ബോട്ട് എന്ത്? എ ബ്യൂട്ടിഫുൾ നെക്ലസ്, ഒരു നല്ല ഭംഗിയുള്ളൊരു നെക്ലസ്. ആർക്ക് വേണ്ടിയിട്ട്? എന്താ ഒക്കേഷൻ? ഫോർ മൈ സിസ്റ്റർ അല്ലേ, ഓൺ ഹർ ബർത്ത്ഡേ, അവളുടെ ബർത്ത്ഡേക്ക് അനിയത്തിക്ക് വേണ്ടിയിട്ട് ഞാനൊരു ബ്യൂട്ടിഫുൾ നെക്ലസ് വാങ്ങിച്ചു. ഇനി ഈ നെക്ലസ്സുകളൊക്കെ ഇങ്ങനെ തുറന്നു നോക്കാമല്ലോ, ഗിഫ്റ്റ്സും പ്രസൻസൊക്കെ തുറന്നു നോക്കുമ്പോൾ ഒരു ബ്യൂട്ടിഫുൾ നെക്ലസ്. അപ്പോൾ ഇതിനാരാ വാങ്ങിച്ചതെന്നുള്ള പേരൊക്കെ അങ്ങനെ പോയി, കവറൊക്കെ പൊളിച്ചപ്പോഴേ. അപ്പോൾ പലരും പറഞ്ഞു ഇങ്ങനെ അവർ വാങ്ങിച്ചതാണ് അല്ലെങ്കിൽ ഇവർ വാങ്ങിച്ചതാവാന്ന്. അപ്പോൾ ആർക്കെങ്കിലും അറിയായിരുന്നു ഞാൻ വാങ്ങിച്ചതെന്ന്. അപ്പോൾ അവർ പറയാണ്, ഈ സാധനം വാങ്ങിച്ചെന്ന ആ വ്യക്തി മറ്റാരുമല്ല, അതേ ഇരിക്കണം നിൻ്റെ സഹോദരിയാണ്, ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ആ പേഴ്സൺ അയാളെയാണ് ഇങ്ങനെ ചൂണ്ടിക്കാണിക്കാൻ പോണത് അല്ലേ. അപ്പോൾ ആദ്യം അങ്ങനെ തുടങ്ങും. നമ്മൾ പറഞ്ഞില്ലേ, ദ പേഴ്സൺ ഹൂ. ഇനി എന്താ ചെയ്തത് അയാൾ? ബോട്ട് ദാറ്റ് ബ്യൂട്ടിഫുൾ നെക്ലസ്, ഒരു നല്ല ഭംഗിയുള്ള നെക്ലസ് വാങ്ങിച്ച ആ വ്യക്തി. ആർക്ക് വേണ്ടി വാങ്ങിച്ചത്? ഫോർ ഹർ സിസ്റ്റർ. എപ്പോൾ? ഓൺ ഹർ ബർത്ത്ഡേ. ആരാണ്? വാസ് വിനി. ഇനിയിപ്പോൾ ഞാനാണത് പറയുന്നതെങ്കിലോ, ദ പേഴ്സൺ ഹൂ ബോട്ട് ദാറ്റ് ബ്യൂട്ടിഫുൾ നെക്ലസ് ഫോർ യു വാസ് മീ. ഞാനായിരുന്നു അത്. നീ അങ്ങനെ നിൻ്റെ ഫ്രണ്ട്സാണെന്ന് വിചാരിക്കേണ്ട, അത്രയും കാശ് മുടക്കി വാങ്ങിച്ച ആൾ ഞാനായിരുന്നു കേട്ടോ. മനസ്സിലായോ? സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റില്ല, പക്ഷെ നമ്മൾ ഇങ്ങനത്തെ സെൻറ്റൻസ് പഠിച്ചിട്ടില്ല. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ അതിങ്ങനെ കുറച്ച് നാടകീയമായൊക്കെ നമുക്ക് പറയണമെങ്കിൽ ഇങ്ങനത്തെ സെൻറ്റൻസ് ഉപയോഗിക്കാം. അപ്പോൾ ദ പേഴ്സൺ ഹൂ, ദ റീസൺ വൈ, ദ പ്ലേസ് വേർ. ഓക്കെ, അങ്ങനെ. ഇനി അടുത്ത സെൻറ്റൻസ് നോക്കാം. അപ്പോൾ ഞാൻ ഒരു സ്ഥലത്തേക്ക്, ദൂരെയുള്ള സ്ഥലത്തേക്ക് യാത്ര പോകാൻ തീരുമാനിച്ചു. അപ്പോൾ ഞാനിപ്പോൾ ഞായറാഴ്ച പോകാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ അവിടെ കാണേണ്ട വ്യക്തി ഞായറാഴ്ച അവിടെ ഇല്ല, തിങ്കളാഴ്ചയേ വരുള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെ ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്യണം അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആരെ വിളിക്കണം? എയർലൈനിനെ വിളിക്കണം. ഹലോ, നിങ്ങളല്ലേ, എനിക്കത് ക്യാൻസൽ ചെയ്യണം കേട്ടോ എന്ന് പറയണം. അപ്പോൾ ഞാൻ ഇങ്ങനെ ഈ എയർലൈനിനെ വിളിക്കണം എന്ന് വീട്ടിലിങ്ങനെ പറയായിരുന്നു. അപ്പോൾ വീട്ടിലെ ആൾക്കാർ ഒക്കെ ചോദിച്ചു, എന്തിനാണ് അവരെ വിളിക്കണേ? അപ്പോൾ നമ്മൾ പറയാം അതിനുള്ള കാരണം. അപ്പോൾ എങ്ങനെ പറയും? കാരണം ദ റീസൺ വൈ ഐ ഹാവ് ടു കോൾ ദ എയർലൈൻ. എനിക്ക് എയർലൈനിനെ വിളിക്കണം എന്ന് പറഞ്ഞില്ലേ, അതിനുള്ള കാരണം. അപ്പോൾ എന്താ എനിക്ക് ചെയ്യേണ്ടത്? ഐ ഹാവ് ടു കോൾ ദ എയർലൈൻ അല്ലേ, എനിക്ക് ചെയ്യണം. ഐ ഹാവ് ടു ഡു ഇറ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് അത് ചെയ്യണം, ചെയ്തില്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും. അപ്പോൾ അതിനുള്ള കാരണം, ദ റീസൺ വൈ ഐ ഹാവ് ടു കോൾ ദ എയർലൈൻ. ഇനി എന്താണെന്ന് പറയുമ്പോൾ എസ്, ഇതാണ് എസ് എന്ന് പറഞ്ഞിട്ട് അത് പറയുക. എന്താണ് കാരണം? എസ്. അപ്പോൾ കാരണം പറയുമ്പം എന്തെങ്കിലും പ്രവൃത്തി ചെയ്യല്ലേ. അപ്പോൾ ടു ചേഞ്ച് ദ ഡേറ്റ് ഓഫ് മൈ ഫ്ലൈറ്റ്. നേരത്തെ ഇന്ന ആളാണെന്ന് പറഞ്ഞപ്പം ടു ഒന്നും ഇടേണ്ടി വന്നില്ല, അതാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഒരാളുടെ പേര് അല്ലെങ്കിൽ മീ എന്നൊക്കെ പറഞ്ഞു അല്ലേ. പക്ഷെ ഇപ്പോൾ നമ്മൾ ഇന്നൊരു കാരണം എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യണം. അപ്പോൾ ആ കാരണം, ദ റീസൺ വൈ ഐ ഹാവ് ടു കോൾ ദ എയർലൈൻ, എന്തിനാണ്? എസ്. എസ് എന്ന് പറയണത് എസ് വിട്ടുപോരുത് കേട്ടോ. അവിടെ എസ് എന്താണ്? ടു ചേഞ്ച് ദ ഡേറ്റ് ഓഫ് മൈ ഫ്ലൈറ്റ് അല്ലേ. അല്ലെങ്കിൽ ടു എന്ന് വെച്ചിട്ട് എന്താ നമുക്കവിടെ ചെയ്യേണ്ടത്? ടു ആസ്ക് അബൌട്ട്, എന്താ പറയുക, എക്സ്ട്രാ ലഗേജ് ഫീ. ലഗേജ് കൂടുതൽ കൊണ്ടുപോകാനുള്ള ഫീ എത്രയാണെന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആസ്ക് അബൌട്ട് ദ എക്സ്ട്രാ ലഗേജ് ഫീ. ഓക്കെ, അടുത്തത്. ചില സമയത്ത് ചില ആൾക്കാർ നമ്മളുമായിട്ട് അടി ഉണ്ടാവും. ആ അടിയൊക്കെ കഴിഞ്ഞ് കുറേ കാലം കഴിയുമ്പോൾ ചിലപ്പോൾ അതേ ആൾക്കാർ നമ്മൾ കല്യാണം കഴിക്കില്ലേ. ഒരു അടിയൊക്കെ കഴിയുമ്പോൾ ചിലപ്പോൾ ആൾക്കാർ തമ്മിൽ ഭയങ്കര സ്നേഹം ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ടാവും അല്ലേ. അപ്പോൾ അങ്ങനത്തെ ഒരു ഇത് പറഞ്ഞുതരാം. നമ്മളിങ്ങനെ ഇരുന്ന് കഥ പറയായിരുന്നു. ആ സമയത്ത് കോളേജിൽ ഇങ്ങനെ വലിയ പ്രകടനമൊക്കെ ആയിരുന്നു. അപ്പോൾ അയാൾ പബ്ലിക്കായിട്ട് തന്നെ അപമാനിച്ചു, അങ്ങനെയൊക്കെ പറഞ്ഞു. എന്നിട്ട് പറയാം, അന്ന് എന്നെ അപമാനിച്ച വ്യക്തിയില്ലേ, ആ വ്യക്തിയാണ് പിന്നെ ഞാൻ കല്യാണം കഴിച്ചത്. അങ്ങനെ പറയില്ലേ നമ്മൾ കഥ പറയുമ്പോൾ. അപ്പോൾ അതാണ് നമ്മൾ പറയണേ. ഇങ്ങനെ പറയാം, അപ്പോൾ ഒരു വ്യക്തിനെ കുറിച്ചാണ് പറയണേ അല്ലേ. എന്നിട്ട് ആ വ്യക്തി ഇന്നതാണെന്നാണ് പറയണേ. അപ്പോൾ എങ്ങനെയാണ് സെൻറ്റൻസ് വരിക? ദ പേഴ്സൺ ഹൂ, അയാൾ എന്താ ചെയ്തത്? എന്നെ ക്രിട്ടിസൈസ് ചെയ്തു പബ്ലിക്കിൽ, അല്ലെങ്കിൽ ക്രിട്ടിസൈസ് ചെയ്തു എന്ന് മാത്രം പറയാം. ദ പേഴ്സൺ ഹൂ, അയാൾ എന്താ ചെയ്തത്? എന്നെ ക്രിട്ടിസൈസ് ചെയ്തു. അപ്പോൾ ദ പേഴ്സൺ ഹൂ ക്രിട്ടിസൈസ്ഡ് മീ. അന്ന് ക്രിട്ടിസൈസ് ചെയ്തത് അങ്ങനെ പറയാം, അന്ന് ചെയ്തത്.
ദ പേഴ്സൺ ഹൂ ക്രിട്ടിസൈസ്ഡ് മീ ദെൻ ആരാണ്? ഈസ് ദ സെയിം ഇൻഡിവിജ്വൽ ഐ എൻഡഡ് അപ്പ് മാരിയിങ്. ഞാൻ കല്യാണം കഴിച്ച അതേ വ്യക്തിയാണ് അത്. ഈസ് ദ സെയിം പേഴ്സൺ അല്ലെങ്കിൽ സെയിം ഇൻഡിവിജ്വൽ ഐ എൻഡഡ് അപ്പ് മാരിയിങ്. അതിപ്പോൾ കുറച്ച് എന്താ പറയുക, കാവ്യാത്മകമായി പറഞ്ഞു. അല്ലെങ്കിൽ ദ പേഴ്സൺ ഹൂ ക്രിട്ടിസൈസ്ഡ് മീ ദെൻ ഈസ് ദ സെയിം പേഴ്സൺ ഐ മാരീഡ്. അത് മതി കേട്ടോ, കുറച്ച് ടെൻഷനായി വലിയ സെൻസ് പറഞ്ഞപ്പം. ഈസ് ദ സെയിം പേഴ്സൺ ഐ മാരീഡ്. ഓക്കെ, എന്നാൽ അടുത്തത് നമുക്ക് ഒരുമിച്ച് ഉണ്ടാക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായില്ലേ എന്താണ് നമുക്ക് ആ എന്താ പറയുക ഇന്ന ആളാണ് അല്ലെങ്കിൽ ഇന്നതാണ് എന്ന് പറയേണ്ടത്. അതാണ് ആദ്യം നമ്മൾ അതിനെക്കുറിച്ച് പറയേണ്ടത്. എന്ന് വെച്ചാൽ ദ പേഴ്സൺ ഹൂ. അപ്പോൾ ഒരാളെക്കുറിച്ച് പറയണമെങ്കിൽ ദ പേഴ്സൺ ഹൂ. സ്ഥലത്തെക്കുറിച്ച് പറയണമെങ്കിൽ ദ പ്ലേസ് വെയർ, അല്ലേ? ശ്രീനാരായണ ഗുരു ജനിച്ച സ്ഥലം ഇതാണ് എന്ന് പറയണമെങ്കിൽ ദ പ്ലേസ് വെയർ ശ്രീനാരായണ ഗുരു വാസ് ബോൺ ഇസ് എന്നിട്ട് ആ സ്ഥലത്തിൻ്റെ പേര് പറയാം. ഓക്കെ, ഇനി ഇത് തന്നെ വേറൊരു രീതിയിൽ നമുക്ക് പറയാം. അപ്പോൾ ഇത് പഠിപ്പിക്കണമുണ്ട്, ഞാൻ പറയാണ്. ഞങ്ങളൊരു സ്ഥലത്ത് പോയി. അപ്പോൾ അത് എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ അയ്യോ അത് സീക്രട്ടാട്ടോ. അങ്ങനെ പറയും ദ പ്ലേസ് വേർ വി വെൻ ടു. അങ്ങനെ ഉപയോഗിക്കണേക്കാളും അവിടെ വേറെ ആവശ്യമില്ല കേട്ടോ. അവിടെ ദ പ്ലേസ് വി വെൻ ടു, ഞങ്ങൾ പോയ സ്ഥലം. ദ പ്ലേസ് എന്ന് വെച്ചാൽ ഇന്നൊരു സംഭവം നടന്ന സ്ഥലം എന്ന് പറയാം. ദ പ്ലേസ് വെയർ ഗുരു വാസ് ബോൺ അങ്ങനെ പറയാം. പക്ഷേ ഞങ്ങൾ പോയ സ്ഥലം എന്ന് പറയാൻ ദ പ്ലേസ് വി വെൻ ടു അങ്ങനെ പറയാം കേട്ടോ. ദ പ്ലേസ് വി വെൻ ടു അതൊരു സീക്രട്ടാണ്. അങ്ങനെ പറയാം, ഇറ്റ്സ് എ സീക്രട്ട്. ദ പ്ലേസ് വി വെൻ ടു ഇസ് എ സീക്രട്ട്. അല്ലെങ്കിൽ ഇതിന് തന്നെ വേറെ രീതി പറയാൻ പറയുമോ, ദ പ്ലേസ് വി വെൻ ടു എന്ന് പറഞ്ഞില്ലേ, അതിന് മൊത്തം പ്ലേസ് എന്നുള്ള സ്ഥലത്തിന് പകരം വേർ എന്ന് ഉപയോഗിക്കാം. വേർ വി വെൻ ടു, എവിടെയാണോ ഞങ്ങൾ പോയത് അതൊരു സീക്രട്ടാണ്. അങ്ങനെ എവിടെയാ നമ്മൾ പോയത്, എവിടെയാണെന്ന് വെച്ചാൽ വേറല്ലേ, വേർ വി വെൻ ടു ഇസ് എ സീക്രട്ട്. അങ്ങനെയും പറയാം. ഓക്കെ, അത് കുറച്ചുകൂടെ എളുപ്പമല്ലേ. അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ സെൻറ്റൻസ് ഒരെണ്ണം കൂടെ നമുക്ക് ഉണ്ടാക്കാം. അവൾ പഠിക്കാൻ പോണ യൂണിവേഴ്സിറ്റി കുറച്ച് എക്സ്പെൻസീവാണ്, നല്ല ഫീസാണ് അവിടെ. അപ്പോൾ എവിടെയാണോ അവൾ പഠിക്കാൻ പോണത്, ദ പ്ലേസ് അല്ലെങ്കിൽ ദ യൂണിവേഴ്സിറ്റി അല്ല അങ്ങനെ പറയാം. പ്ലേസ് എന്ന് വേണ്ടല്ലോ, ആ പ്ലേസ് എന്താ, യൂണിവേഴ്സിറ്റി അല്ലേ. ദ യൂണിവേഴ്സിറ്റി വേർ ഷീ ഗോസ് ഫോർ ഹെർ മാസ്റ്റേഴ്സ് ഡിഗ്രി അല്ലെങ്കിൽ ഫോർ ഹെർ ബാച്ചിലേഴ്സ് ഡിഗ്രി ഇസ് എക്സ്പെൻസീവ്. മനസ്സിലായോ? ഇനി ഇത് തന്നെ ഇതേപോലത്തെ സെൻറ്റൻസുകൾ തന്നെ നമുക്ക് വേറെ രീതിയിൽ പറയാം. എൻ്റെ ഫോൺ കാണാണ്ടായിരുന്നു, ബെഡ്റൂമിലല്ല കിട്ടിയത്. എവിടെ ഇംപ്രഷൻ കിട്ടിയത്, കിച്ചണിൽ. അപ്പോൾ സാധാരണ സെൻറ്റൻസ് ആയിട്ട് എങ്ങനെ ഉണ്ടാക്കുക, ഞാൻ കണ്ടെത്തി അല്ലേ, ആര് കണ്ടെത്തി, ഞാൻ. അപ്പോൾ ഐ കണ്ടെത്തി, ഫൗണ്ട് എന്ത്, മൈ ഫോൺ എൻ്റെ ഫോൺ എവിടെ, ഇൻ ദ കിച്ചൺ. മനസ്സിലായോ? ഐ ഫൗണ്ട് മൈ ഫോൺ ഇൻ ദ കിച്ചൺ. അപ്പോൾ നമ്മുടെ കൂടെയുള്ള വീട്ടിലെ വേറെ ആരെങ്കിലും പറയാണ് അവൾ ബാത്റൂമിൽ നിന്നാണ് ഫോൺ കണ്ടെത്തിയെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു കിച്ചണിലാണ് കണ്ടുപിടിച്ചത്, ബാത്റൂമിലല്ല. ഇറ്റ് വാസ് ഇൻ ദ കിച്ചൺ. കണ്ടോ സ്റ്റാർട്ടിങ് എങ്ങനെയാണ് വന്നത്, ഇറ്റ് വാസ് ഇൻ ദ കിച്ചൺ. കിച്ചണിലായിരുന്നു എന്ത് സംഭവിച്ചത്, ദാറ്റ് ഐ ഫൗണ്ട് മൈ ഫോൺ. ദാറ്റ് ഐ ഫൗണ്ട് മൈ ഫോൺ. ഇതും ഇങ്ങനത്തെ സെൻറ്റൻസുകളും നിങ്ങൾക്ക് സാധാരണ ഉപയോഗിക്കാൻ, സാധാരണ നമ്മൾ മലയാളത്തിൽ ഇങ്ങനത്തെ സെൻറ്റൻസുകൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു സ്ട്രക്ചർ യൂസ്ഫുൾ ആയിരിക്കും. അത്ര ഡിഫിക്കൽട്ടായിട്ടുള്ള സെൻറ്റൻസ് സ്ട്രക്ചർ അല്ല. ഇറ്റ് വാസ് എവിടെയായിരുന്നു, ഇറ്റ് വാസ് ഇൻ ദ കിച്ചൺ അല്ലേ. വേർ വാസ് യുവർ ഫോൺ, എവിടെയായിരുന്നു എൻ്റെ ഫോൺ. അതിൻ്റെ ഉത്തരം നമ്മൾ അതിന് കൊടുക്കുക, ദ ഫോൺ വാസ് ഇൻ ദ കിച്ചൺ. അതിന് പകരം ഇറ്റ് വാസ് അല്ലേ, ദ ഫോണിന് പകരം ഇറ്റ് വാസ് ഇൻ ദ കിച്ചൺ. അത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി പറയാം, ബാക്കി ഡീറ്റെയിൽസ്. ദാറ്റ് ഇറ്റ് വാസ് ഇൻ ദ കിച്ചൺ ദാറ്റ്, ആ ദാറ്റ് വിട്ടു പോരുതേ. ഐ ഫൗണ്ട് മൈ ഫോൺ. ഇറ്റ് വാസ് ഇൻ ദ കിച്ചൺ ദാറ്റ് ഐ ഫൗണ്ട് മൈ ഫോൺ. ഇനി തിരിച്ച്, കിച്ചണിൽ കണ്ടെത്തിയ വസ്തു ലാപ്ടോപ്പ് അല്ല ഫോണായിരുന്നു. അതങ്ങനെ പറയും, ഇതേപോലെ തന്നെ ഉപയോഗിച്ച് നോക്കൂ. ഇറ്റ് വാസ് ഇൻ മൈ കിച്ചൺ അതിന് പകരം ഇറ്റ് വാസ് മൈ ഫോൺ, എൻ്റെ ഫോണായിരുന്നു. എന്താ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽ, ദാറ്റ് ഐ ഫൗണ്ട് ഇൻ ദ കിച്ചൺ. കിച്ചണിൽ കണ്ടെത്തിയത് ഇറ്റ് വാസ് മൈ ഫോൺ ദാറ്റ് ഐ ഫൗണ്ട് ഇൻ ദ കിച്ചൺ. ഓക്കെ,
ഇറ്റ് വാസ് മൈ ഫോൺ ദാറ്റ് ഐ ഫൗണ്ട് ഇൻ ദ കിച്ചൺ. കിച്ചണിലായിരുന്നു കണ്ടുപിടിച്ചത്. അങ്ങനെ പറയും, ഇറ്റ് വാസ് ഇൻ ദ കിച്ചൺ ദാറ്റ് ഐ ഫൗണ്ട് മൈ ഫോൺ. സിമ്പിളല്ലേ അത്? ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ കണ്ടുമുട്ടി. എവിടെ വെച്ചിട്ട്? കഫേയിൽ. ഒരു കഫേയിൽ കോഫി കുടിക്കാൻ പോയപ്പോൾ ഒരു ഫ്രണ്ടിനെ കണ്ടുമുട്ടി. ഐ മെറ്റ്, അല്ലേ? കണ്ടുമുട്ടുക, മീറ്റ്, മുട്ടി, മെറ്റ്. മീറ്റിൻ്റെ പാസ്റ്റ് ടെൻസ് മെറ്റ്. ഐ മെറ്റ് ആരെ? മൈ ഫ്രണ്ട്. എവിടെ വെച്ചിട്ട്? അറ്റ് ദ കഫേ. ഏത് കഫേന്ന് നമുക്ക് അറിയാം, അതുകൊണ്ടാണ് നമ്മൾ ദ കഫേ എന്ന് പറയണം കേട്ടോ. ഐ മെറ്റ് മൈ ഫ്രണ്ട് അറ്റ് ദ കഫേ. ഇനി ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾ ഉണ്ടാക്കണേ. നീ നിൻ്റെ ഫ്രണ്ടിനെ കണ്ടുമുട്ടി എന്ന് പറഞ്ഞില്ലേ? സൂവിൽ വെച്ചായിരുന്നോ? അപ്പോൾ അല്ല, എവിടെ വെച്ചായിരുന്നു? അപ്പോൾ എങ്ങനെയാണ് പറയുന്നത്? സ്റ്റാർട്ടിങ് എങ്ങനെയാ? ഇറ്റ് വാസ് അറ്റ് ദ കഫേ. കഫേയിൽ വെച്ചിട്ടായിരുന്നു. ദാറ്റ് ഐ മെറ്റ് മൈ ഫ്രണ്ട്. ഇറ്റ് വാസ് അറ്റ് ദ കഫേ ദാറ്റ് ഐ മെറ്റ് മൈ ഫ്രണ്ട്. ഇനി വേറെ ഞാൻ ചോദിക്കട്ടെ, ഇതേ കാര്യത്തെക്കുറിച്ച് വേറൊരു ചോദ്യം. നീ കഫേയിൽ പോയ ഒരാളെ കണ്ടു എന്ന് പറഞ്ഞില്ലേ? അത് നിൻ്റെ ലവറല്ലേ? അപ്പോൾ അല്ല, എൻ്റെ ഫ്രണ്ട്. ഇറ്റ് വാസ് മൈ ഫ്രണ്ട് ഹൂം. ആരെയാണോ? ഹൂം ഐ മെറ്റ് അറ്റ് ദ കഫേ. ഇറ്റ് വാസ് മൈ ഫ്രണ്ട് ഹൂം ഐ മെറ്റ് അറ്റ് ദ കഫേ. ആ ഹൂമിന് പകരം ഹൂം നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷിൽ ഉപയോഗിക്കും കേട്ടോ. ഇറ്റ് വാസ് മൈ ഫ്രണ്ട് ഹൂ ഐ മെറ്റ് അറ്റ് ദ കഫേ. ഈ ഹൂമൊക്കെ പിന്നെ തീരെ ഉപയോഗിക്കാണ്ട് ഇപ്പോൾ അത് ആരും ഉപയോഗിക്കാണ്ടായി അല്ലേ? സാധാരണ നേറ്റീവ് സ്പീക്കേഴ്സ് ഉപയോഗിക്കാണ്ട് പിന്നെ അവർ ഉപയോഗിക്കാൻ സാധനങ്ങൾ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ട് നമ്മളിപ്പോൾ അത് തീരെ ഉപയോഗിക്കാനില്ല. അതുകൊണ്ട് ഹൂ ആണെന്ന് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഹൂ ഉപയോഗിച്ചോളൂ. ഇഫ് ഇറ്റ് വാസ് മൈ ഫ്രണ്ട് ഹൂ ഐ മെറ്റ് അറ്റ് ദ കഫേ. സിമ്പിൾ അല്ലേ? നിങ്ങൾക്കത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് എളുപ്പമായി തോന്നുന്നുണ്ടോ? ഇനി വേറൊരു സെൻസ് പറയാം. നിങ്ങളത് ഇങ്ങനെ ഇറ്റ് വാസ് എന്ന് വെച്ചിട്ട് പറയണേ. വി സെലിബ്രേറ്റഡ്. ഞങ്ങൾ ആഘോഷിച്ചു. എന്ത്? ദ ആനിവേഴ്സറി. ആനിവേഴ്സറി ഉണ്ടായിരുന്നു. എന്തെങ്കിലും ആനിവേഴ്സറി ആയിക്കോട്ടെ. ഓൺ ദ ബീച്ച്. ബീച്ച് വെച്ചിട്ടാണ് ഞങ്ങൾ ഇത് ആഘോഷിച്ചത് കേട്ടോ. അപ്പോൾ ഞാൻ ചോദിക്കുകയാണേ, നിങ്ങൾ വലിയൊരു ഹോട്ടലൊക്കെ ബുക്ക് ചെയ്തിട്ടാണോ ആനിവേഴ്സറി ആഘോഷിച്ചത്? അവിടെ വെച്ചിട്ടാണോ? ഹോട്ടലിൽ വെച്ചിട്ടാണോ? അപ്പോൾ നിങ്ങളെന്താ പറയുക? ഇറ്റ് വാസ് എവിടെ വെച്ചിട്ടായിരുന്നു? ബീച്ചിൽ. അപ്പോൾ ഇറ്റ് വാസ് ഓൺ ദ ബീച്ച് ദാറ്റ് വി സെലിബ്രേറ്റഡ് ദ ആനിവേഴ്സറി. കിട്ടിയോ അത്? ഇതിൽ കിട്ടിയിട്ടില്ലെങ്കിൽ എന്താ ഡൗട്ട് വന്നതെന്നുള്ളത് ഒന്ന് കോമൻറ്റിലിടുമോ? എങ്ങനെ സെൻറ്റൻസ് വന്നതെന്ന് നിങ്ങൾ ഈ പറ്റുവാണെങ്കിൽ സെൻറ്റൻസ് ഉണ്ടാക്കിയിട്ട് കോമൻറ്റിലിടുമോ കേട്ടോ. വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് അടുത്ത സെൻറ്റൻസേ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് കോമൻറ്റിലിടുമോ? നിങ്ങൾ ബീച്ചിൽ പോയി സെലിബ്രേറ്റ് ചെയ്തെന്ന് കേട്ടല്ലോ. ഇവളുടെ ബർത്ത്ഡേ ആയിരുന്നോ? ആയിരുന്നോ നിങ്ങൾ ബീച്ചിൽ പോയി സെലിബ്രേറ്റ് ചെയ്തത്? അപ്പോൾ നിങ്ങൾ എന്താ പറയുക? അല്ലല്ല, ഇറ്റ് വാസ് ദ anniversary that we celebrated on the beach. It was the anniversary that we celebrated on the beach. വേറെ കിട്ടിയോ? അത് കിട്ടിയെന്ന് വിചാരിക്കണം കേട്ടോ. അവൾ ഓഫീസിൽ ഒരു പ്രൊജക്റ്റ് ഉണ്ട് അവൾക്ക് ചെയ്യാനുള്ളത്. അത് കംപ്ലീറ്റ് ചെയ്തു, അത് ഫിനിഷ് ചെയ്തു. എങ്ങനെ പറയും? ഷീ എന്താ ചെയ്തത്? കംപ്ലീറ്റ് ചെയ്തു. ഷീ കംപ്ലീറ്റഡ് എന്ത്? ദ പ്രോജക്റ്റ്. നമ്മുടെ പ്രൊജക്റ്റൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രൊജക്റ്റ് ഉണ്ടാവില്ലേ ഈ കമ്പനികളിൽ, അങ്ങനെ വിചാരിക്കാം. ഇത് ശ്രദ്ധിക്കേണ്ടത് പ്രോജക്റ്റ് പ്രൊനൗൺസിയേഷനിൽ പ്രോ എന്നാണ് ആ സ്ട്രെസ് കൊടുക്കുക കേട്ടോ. പ്രൊജക്റ്റ് എന്ന് പറയരുത്. ഷീ കംപ്ലീറ്റഡ് ദ പ്രോജക്റ്റ്. എവിടെയുള്ളതാ? ഇൻ ഹെർ ഓഫീസ്. അവളത് കംപ്ലീറ്റ് ചെയ്തു കേട്ടോ. അപ്പോൾ അവളൊരു പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്തു എന്ന് പറഞ്ഞല്ലോ. സ്കൂളിലാണോ? അല്ലല്ല, ഇറ്റ് വാസ് ഇൻ ഹെർ ഓഫീസ് ദാറ്റ് ഷീ കംപ്ലീറ്റഡ് ദ പ്രോജക്റ്റ് അല്ലേ? ഇറ്റ് വാസ് ഇൻ ഹെർ ഓഫീസ് ദാറ്റ് ഷീ കംപ്ലീറ്റഡ് ദ പ്രോജക്റ്റ്. അവൾ കംപ്ലീറ്റ് ചെയ്തു എന്ന് കേട്ടല്ലോ. BA ആണോ? BA കംപ്ലീറ്റ് ചെയ്തു എന്നാണോ പറഞ്ഞേ? എന്താ കംപ്ലീറ്റ് ചെയ്തേ? പ്രോജക്റ്റ്. അപ്പോൾ എങ്ങനെ പറയാം? ഇറ്റ് വാസ് ദ പ്രോജക്റ്റ് ദാറ്റ് ഷീ കംപ്ലീറ്റഡ് ഇൻ ഹെർ ഓഫീസ്. ഓഫീസിൽ കംപ്ലീറ്റ് ചെയ്തത് വേറെ ഒന്നുമല്ല, പ്രോജക്റ്റാണ്. ഒരെണ്ണം കൂടി തരട്ടെ. I found the lost wallet in the car. നമ്മുടെ വാലറ്റില്ലേ, അത് നഷ്ടപ്പെട്ടു പോയിരുന്നു, പക്ഷെ അത് കാറിൽ കണ്ടെത്തി. I found the lost wallet in the car. എവിടെയാണ് കണ്ടെത്തിയത്? ബെഡ്റൂമിലാണോ? വാലറ്റ് കണ്ടുപിടിച്ചെന്ന് പറഞ്ഞില്ലേ, അത് ബെഡ്റൂമിൽ നിന്നാണോ കിട്ടിയത്? No, it was in the car that I found the lost
വാലറ്റ്. കാറിൽ എന്തോ കണ്ടെത്തി എന്ന് പറഞ്ഞല്ലോ, ഫോണാണോ? അല്ലല്ല, ഇറ്റ് വാസ് ദ ലോസ്റ്റ് വാലറ്റ് ദാറ്റ് ഐ ഫൗണ്ട് ഇൻ ദ കാർ. ക്ലിയർ ആയോ അത്? ഇറ്റ് വാസ് ദ വെച്ചിട്ട് പറയാൻ ഇത് കുറച്ചുകൂടെ എളുപ്പമല്ലേ ഇങ്ങനെ പറയുമ്പോൾ? ഇനി വേറൊരു ടൈപ്പ് സെൻസ് പറഞ്ഞുതരാം. ഇത് ഒന്ന് രണ്ട് എക്സാമ്പിൾ കൊണ്ട് മനസ്സിലാവും. അവൻ ആകെ ചെയ്തത് ഇതാണ്, അങ്ങനെ പറയില്ലേ? അതെങ്ങനെയാ പറയുക? ഓൾ ഹി ഡിഡ് വാസ് ടു ഹെൽപ്പ് പുവർ പീപ്പിൾ. പാവങ്ങളെ സഹായിക്കുക എന്നൊരു കാര്യം മാത്രമാണ് അവൻ ചെയ്തത്, അങ്ങനെ പറയില്ലേ? അവൻ ആകെ ചെയ്തത് അതാണ്. അതിനാണ് അവൻ ഈ എല്ലാവരും കൂടെ അവനെ കുറ്റപ്പെടുത്തുന്നത്. ഓൾ ഹി ഡിഡ് വാസ്, അങ്ങനെ മനസ്സിലായോ? അവൻ ആകെ ചെയ്തത് ഓൾ ഹി ഡിഡ് വാസ് എന്താണ്? ടു ഹെൽപ്പ് പുവർ പീപ്പിൾ. അല്ലെങ്കിൽ അവിടെ ടു ആവശ്യമില്ല കേട്ടോ, വേണമെങ്കിൽ ഇട്ടാൽ മതി. ഓൾ ഹി ഡിഡ് വാസ് ഹെൽപ്പ് പുവർ പീപ്പിൾ. എനിക്ക് ആകെ അറിയാവുന്നത് അവൾ അങ്ങനത്തെ ഒരു കാര്യം ചെയ്യില്ല എന്നാ. എനിക്ക് ഒന്നും കേൾക്കണം, എനിക്ക് ആകെ അറിയാവുന്ന ഒറ്റൊരു കാര്യമുള്ളത് എന്താ? അവൾ അങ്ങനെ ചെയ്യില്ല. അങ്ങനെ പറയില്ലേ? വലിയ ഭീകരന്മാരായ കുട്ടികളുടെ അമ്മമാർ അച്ഛന്മാർ സ്ഥിരം പറയുന്ന, അച്ഛന്മാർ പറയുന്നല്ല അമ്മമാർ പറയുന്ന ഒരു കാര്യമായിരിക്കും, എൻ്റെ മകൻ അങ്ങനെയൊന്നും ചെയ്യില്ല. എനിക്ക് ആകെ ഒരു കാര്യം ഈ ലോകത്ത് അറിയുള്ളൂ, അത് സത്യമായിട്ട് ഞാൻ വിശ്വസിക്കുന്ന കാര്യം, എൻ്റെ കുട്ടി അങ്ങനെ ചെയ്യില്ല, അല്ലേ? അങ്ങനെ പറയാം. ഓൾ ഐ നോ ഇസ്, ആകെ എനിക്കൊരു കാര്യം അറിയുള്ളൂ, ഓൾ ഐ നോ ഇസ് that she wouldn't do such a thing. All I know is she wouldn't do such a thing. അപ്പോൾ മനസ്സിലായി നിങ്ങൾക്ക്? അപ്പോൾ ഞാനൊരു ഹോംവർക്ക് തരട്ടെ. ഞാൻ ഈ വീഡിയോ കാണുന്നുണ്ടല്ലോ, അതിൻ്റെ കാരണം ഇന്നതാണ്. അപ്പോൾ എങ്ങനെ പറയും? ദ റീസൺ, അല്ലേ? കാരണം, ദ റീസൺ ഐ എം വാച്ചിങ് ദിസ് വീഡിയോ. ഈ വീഡിയോ ഞാൻ കാണുന്നതിൻ്റെ കാരണം, ദ റീസൺ ഐ എം വാച്ചിങ് ദിസ് വീഡിയോ ഇസ് എന്താണ്? അത് എഴുതണം. അപ്പോൾ എന്തെങ്കിലും പ്രവൃത്തി ചെയ്യാനാണെങ്കിൽ ടു വെച്ചിട്ട് പറയാം, ടു ലേൺ ഇംഗ്ലീഷോ അങ്ങനെ എന്തെങ്കിലും. അല്ലെങ്കിൽ ഒരാളാണെങ്കിൽ ദ റീസൺ ഐ എം വാച്ചിങ് ദിസ് വീഡിയോ ഇസ് വിനി. വിനീനൊന്ന് കാണണം, അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ കാണുന്നത്. അങ്ങനെ ചിലർ പറയാറുണ്ട് ലൈവ് ക്ലാസ്സിൽ. അപ്പോൾ ഇംഗ്ലീഷ് പഠിക്കണം കേട്ടോ, വെറുതെ കണ്ടുകൊണ്ടിരിക്കാനാണോ? നിങ്ങൾ ഇംഗ്ലീഷൊക്കെ നന്നായി പഠിച്ചു എന്ന് പറയുമ്പോഴല്ലേ എനിക്കൊരു സന്തോഷം. വിനിയുടെ വീഡിയോ കണ്ടിട്ട് ഞാൻ നന്നായിട്ട് ഇംഗ്ലീഷ് പഠിച്ചു എന്നൊക്കെ കുറേ പേര് പറയാറുണ്ട്. അപ്പോഴല്ലേ നമുക്കൊരു സന്തോഷം, അല്ലേ? അതുകൊണ്ടാണ് കാണുന്നത്. എന്നെ കാണാനും ഒരു ഹായ് പറയാനൊക്കെ നല്ലതാണ്, പക്ഷേ അതിൻ്റെ ഒപ്പം നന്നായിട്ട് ഇംഗ്ലീഷ് പഠിക്കണം കേട്ടോ. ഞാൻ ഈ പറയുന്ന എക്സാമ്പിൾസൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കണം. അതൊക്കെ കോമൻറ്റ് ഇട്ടാൽ എനിക്ക് അറിയാൻ പറ്റും നിങ്ങൾ ചെയ്യുന്നുണ്ടെന്ന്. ഇല്ലെങ്കിൽ നിങ്ങൾ വെറുതെ ഇങ്ങനെ കണ്ടോണ്ടിരുന്നത് പിന്നെ പോവും, പിന്നെ പറയും എനിക്കൊന്നും ഓർമ്മ കിട്ടുന്നില്ല എന്ന്. അതാണ് കുറേ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുള്ളത്. അതൊക്കെ ചെയ്ത് നോക്കുക, വീണ്ടും ഒന്നുകൂടി ചെയ്ത് നോക്കുക. ചിലപ്പോൾ ആദ്യമായിട്ടൊക്കെ കേൾക്കുമ്പോൾ ഓർമ്മ നിൽക്കില്ല. അപ്പോൾ ഇഷ്ടമായോ ഈ ക്ലാസ്? കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് ടോപ്പിക്സാണ് ഇപ്പോൾ ഞാൻ കവർ ചെയ്യണത്. മറ്റേ ബേസിക്സും കവർ ചെയ്യാം കേട്ടോ, എൻ്റെ വീഡിയോസ് വരുന്നുണ്ട്. അപ്പോൾ കോഴ്സിന് ചേരാൻ താല്പര്യമുള്ളവർ ഇമെയിൽ അയയ്ക്കുക, അല്ലെങ്കിൽ എൻ്റെ വെബ്സൈറ്റ് നോക്കുക. അന്നത്തേക്ക് അത്രയേ ഉള്ളൂ. അടുത്ത ദിവസം വീണ്ടും കാണാം. അതുവരേക്കും ബൈ.